ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ പരസ്യ രഹസ്യ മേഖലകളിൽ പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യരായ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്ലേശം സഹിക്കുന്ന പ്രകൃതത്തിൽ ദുർബലതയിലാണ് മനുഷ്യരായ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ മനുഷ്യരായ നമുക്കുണ്ട്. എന്നാൽ നിർഭയത്വവും സമാധാനത്തിൻ്റെ പൂർണ്ണത കൈവരിക്കപ്പെടുന്ന ഒരു ലോകം മരണത്തിന് ശേഷം നമ്മെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകിയിരിക്കുന്ന ഏത് പരീക്ഷണങ്ങളെയും അതിജീവിക്കാനും ആ പരീക്ഷണ സന്ദർഭത്തിൽ പോലും മനസ്സമാധാനം കണ്ടെത്താനും സാധിക്കുന്നു എന്നുള്ളത് വിശ്വാസികൾക്ക് മാത്രം അല്ലാഹു നൽകുന്ന ഔദാര്യവും അനുഗ്രഹവുമാണ്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ ജീവിതം നയിച്ച പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും. എല്ലാ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട്. എന്നാൽ ആ പരീക്ഷണ ഘട്ടത്തിൽ എല്ലാം തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസം അവരുടെ മനസ്സിനെ ദൃഢീകരിക്കുകയും അടക്കി നിർത്തുകയും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് 28-ാമത്തെ വചനത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്
അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. അതായത് വിശ്വസിക്കുകയും അല്ലാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സ് ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം. അല്ലാഹുവെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമായി തീരുന്നത്. മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി, ഉറക്ക് ലഭിക്കാൻ വേണ്ടി, അസ്വസ്ഥതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ട്രാങ്കുലൈസേഴ്സ്, സ്ലീപ്പിംഗ് ടാബ്ലറ്റ്, ഇതൊക്കെ കഴിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ലഹരി നുണയുന്ന യുവത്വം, ലഹരി നുണയുന്നതിന്റെ അടിസ്ഥാന കാരണം മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അസ്വസ്ഥതകളുമാണ്. എന്നാൽ ഇത്തരം പ്രോഡക്ട്സുകളിൽ നിന്ന്, ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മനസ്സമാധാനം, ശാന്തത എന്ന് പറയുന്നത് താൽക്കാലികമാണ്. എന്നാൽ പരമമായ സമാധാനം ലഭിക്കുന്ന, അതിനുള്ള സ്രോതസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഇളകിക്കൊണ്ടിരിക്കുന്ന മാറിമറിയുന്ന ഹൃദയത്തിന്, മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ഇന്നാ ഖലഖനൽ ഇൻസാൻ മിൻ നുത്ഫ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. സൂറത്തുൽ ഇൻസാനിലെ 2-ാമത്തെ വചനം, കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവുമാണ്. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ നാം പരീക്ഷിക്കുവാനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ ഖുർആൻ പറയുന്നത്. അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. അപ്പൊ കേൾവി എന്നുള്ളത്, കാഴ്ച എന്നുള്ളത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. കണ്ണ് കാണാത്ത സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അവരെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നത് വേണ്ടാത്ത കാഴ്ചകളിൽ നിന്ന് തടഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ മനസ്സ് കുളിർമയിലേക്ക് എത്തിക്കാൻ വേണ്ടി നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കാണുന്ന, തോന്നിവാസങ്ങളിൽ അഭിരമിക്കുന്ന ആളുകളുടെ, അത് പ്രായം ചെന്നവരാണെങ്കിലും യുവാക്കളാണെങ്കിലും അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സംവിധാനത്തിന്റെ അതിപ്രസരം ഒരുപാട് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് അനുഗ്രഹമാണ് ഒരു ഈ ശൈഥില്യത്തിലേക്ക് ഉപയോഗിക്കുന്ന അവന്റെ കണ്ണാണ്. കാണണ്ട എന്ന് പറഞ്ഞ, കാണാൻ പാടില്ലാത്തതൊക്കെ കാണുന്നു. കണ്ണിന് മൂടി തന്നെ തന്നിരിക്കുന്നത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണാതിരിക്കാനാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിതത്തെ, പരീക്ഷണങ്ങളെ വിശ്വാസി എങ്ങനെയാണ് നേരിടേണ്ടത്? നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇഷ്ടപ്പെടാത്ത പല പരീക്ഷണങ്ങളും ആരുടെ ജീവിതത്തിലും വന്ന് ഭവിച്ചേക്കാം. അപ്പൊ ആ പരീക്ഷണങ്ങളോട് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്ർ വസ്വലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. വിശ്വാസികളോട് ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമയിൽ കൂടിയും നമസ്കാരത്തിൽ കൂടിയും ബലമാർജിക്കുക. അപ്പൊ ക്ഷമ അവലംബിക്കുന്നതിൽ നിന്ന്, നമസ്കരിക്കുന്നതിൽ നിന്ന് ധൈര്യം സംഭരിക്കാൻ സാധിക്കും. തീർച്ചയായും അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. എപ്പോഴാ ക്ഷമ അവലംബിക്കേണ്ടത്? അസ്വബുറു ഇൻദ സ്വദ്മത്തിൽ ഊല, ഒന്നാമത്തെ പരീക്ഷണം അടി ലഭിക്കുന്ന ഘട്ടത്തിലാണ് ക്ഷമ അവലംബിക്കേണ്ടത്. മക്കൾ പരീക്ഷണമാവാം, ഭാര്യ പരീക്ഷണമാവാം, സമ്പത്ത് പരീക്ഷണമാവാം, അറിവ് പരീക്ഷണമാവാം, എന്തും പരീക്ഷണമാവാം. അവിടെ ക്ഷമ അവലംബിക്കുക. ഇപ്പോ നമ്മള് മക്കൾ നല്ല മക്കളായി വളരും എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മനസ്സമാധാനവും ഉറക്കവും കെടുത്തുന്ന എല്ലാ വൃത്തികേടുകളും സമ്മേളിച്ച മക്കളായിട്ട് അവർ മാറുമ്പോൾ വിശ്വാസികളായ
ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരീക്ഷണമാണ്. വലിയ പരീക്ഷണമാണ്. തീരെ സന്താനങ്ങൾ നൽകാതിരിക്കുന്ന ദമ്പതിമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സന്താനം നൽകാതിരിക്കുക എന്നുള്ളതും പരീക്ഷണമാണ്. മക്കൾ ലഭിച്ച രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ ദീനീ നിഷ്ഠയോടുകൂടി വളർത്തുന്നുണ്ടോ എന്നുള്ളത് വലിയ പരീക്ഷണമാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ' വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹ് ഖുർആനിൽ കൂടി സൂറത്തുൽ ബഖറ 155-ാമത്തെ വചനത്തിൽ കൂടി പറയുന്നത്, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കൂലെന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചെയ്തുകൊണ്ട്, തൗക്കീദ് ചെയ്തുകൊണ്ട് ഊന്നിപ്പറയാണ്. പേടികൊണ്ടുള്ള പരീക്ഷണം. ഇന്ത്യ മഹാരാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനാധിപത്യ സംവിധാനം തകിടം മറിയപ്പെടും എന്നുള്ള ആശങ്ക ഓരോ മുസ്ലിമിനെയും, പ്രത്യേകിച്ച് നാട്ടിലുള്ള എല്ലാ ആളുകളെയും, അത് ഹിന്ദുവാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മുസ്ലിം ആവട്ടെ, എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന പേടി. പേടി കൊണ്ട് അസ്തിത്വ പ്രതിസന്ധി. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പട്ടിണി കൊണ്ടുള്ള പരീക്ഷണം. ഇന്ന് ഒരുപാട് സഹോദരങ്ങൾ നേരിടുന്ന വലിയ പരീക്ഷണം എന്താ? സാമ്പത്തികമായ മേഖലയിലുള്ള വലിയ ശോചനീയാവസ്ഥയാണ്. ജോലിയില്ലാത്ത അവസ്ഥ, പൈസ ഉണ്ടാവാത്ത അവസ്ഥ, കച്ചവടം നഷ്ടത്തിൽ പോകുന്ന അവസ്ഥ, കൃഷിയും മറ്റു ഉൽപ്പന്നങ്ങളും നമ്മൾ വിൽക്കുമ്പോൾ അതിന് വില കിട്ടാത്ത അവസ്ഥ, പണപ്പെരുപ്പം വർദ്ധിക്കുന്ന അവസ്ഥ. ഇതൊക്കെ വലിയ പരീക്ഷണമാണ്. പട്ടിണി കൊണ്ടുള്ള പരീക്ഷണം. വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്തിലുള്ള കുറവ്, അത് പരീക്ഷണമാണ്. ഇല്ല, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ, ഭാര്യ, പ്രിയപ്പെട്ടവർ, പെട്ടെന്ന് അവരുടെ മരണം സംഭവിക്കുന്നു, പരീക്ഷണമാണ്. നാം ഏറ്റവും ഇഷ്ടത്തോടുകൂടി വളർത്തുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് നാമാവശേഷമാകുന്നു, നശിക്കുന്നു, പരീക്ഷണമാണ്. ഈ പരീക്ഷണമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു വബശ്ശിരി സ്വാബിരീൻ, എന്നാൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. അപ്പൊ ഒരു നഷ്ടം ഉണ്ടാവുമ്പോൾ അത് ലാഭമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാൽ വിശ്വാസികൾക്ക് പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അല്ലാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുന്ന തവക്കുൽ എന്നുള്ള ക്വാളിറ്റി, അതാണ് നമ്മൾ അവലംബിക്കേണ്ട രണ്ടാമത്തെ കാര്യം. എനിക്ക് ഷർറും ഖൈറും നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമ അവലംബിക്കുന്നു, തവക്കുൽ ചെയ്യുന്നു, കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. അതാണ് ഖുർആൻ ചോദിച്ച ചോദ്യം, അലൈസല്ലാഹ് ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അല്ലാഹു മതിയായവനല്ലേ? വയുഖവ്വിഫൂനക, അവർ നിന്നെ ഇതാ പേടിപ്പിക്കുന്നു, ബില്ലദീന മിൻ ദൂനി, അല്ലാഹു അല്ലാത്തവരുടെ കുരുത്തക്കേട് തട്ടും, ഔലിയാക്കളുടെ കുരുത്തക്കേട് തട്ടും, ബീവിയുടേത് തട്ടും, മറ്റ് ജാറത്തിന്റേത് തട്ടും, ഇങ്ങനെ പറഞ്ഞ് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് അവർ നിന്നെ പേടിപ്പിക്കുന്നു. ഖുർആൻ വളരെ കൃത്യമായി പറയാ, വയുഖവ്വിഫൂനക, പ്രവാചകരെ അവർ നിന്നെ പേടിപ്പിക്കുന്നു, ബില്ലദീന മിൻ ദൂനി, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട്. വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അല്ലാഹ് ആരെയെങ്കിലും വഴികേടിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹിദായത്ത് ലഭിക്കുന്ന പ്രശ്നമല്ല. അപ്പൊ ഏറ്റവും വലിയ വഴികേട് എന്ന് പറയുന്നത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ പേടിക്കുന്ന, അല്ലാഹുവെ മുറപ്രകാരം കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിച്ചാൽ, അതിന് ഉദാഹരണമായിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒട്ടിയ വയറുമായിട്ടാണ് പക്ഷി അതിന്റെ കൂട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നത്, എന്നാൽ നിറഞ്ഞ വയറുമായിട്ടാണ് ആ പക്ഷി കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ പക്ഷിക്കാരാണ് വിഭവങ്ങൾ നൽകുന്നത്, ആഹാരം നൽകുന്നത്. അതേ രക്ഷിതാവ് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിക്കുക. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു. ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടുമ്പോൾ, ഭരണത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആരോട് പറയണം? സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമേ
ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം അള്ളാഹുവോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ, മഴ വർഷിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവോടാണ്, ചൂട് ശമിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവോടാണ്, ദാരിദ്ര്യം നീങ്ങാൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവോടാണ്, രോഗങ്ങൾ വന്നാൽ മാറ്റാൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവോട് മാത്രമാണ്. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹു മതിയാവുന്നതാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, അള്ളാഹു അവന്റെ കാര്യത്തിന് മതിയാവുന്നവനാണ്. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം വെച്ചിട്ടുണ്ട്. ചില കാര്യമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും. അതുകൊണ്ട് അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കണം, അള്ളാഹനെ ധാരാളമായി സ്മരിക്കണം, അള്ളാഹനെ ധാരാളമായി ഓർക്കണം. അതാണ് പരിഹാരം. അള്ളാഹനെ എത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നുണ്ട്, ധാരാളമായി സ്മരിക്കുന്നുണ്ട്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അതാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ദിക്റിൽ കൂടിയാണ് ഹൃദയത്തിന് സമാധാനം ലഭിക്കുക. ഇപ്പൊ രോഗം നൽകിയ അള്ളാഹു രോഗം നൽകിയിരിക്കുന്നത് വലിയ ഖൈറാണ് എന്ന് വിശ്വസിക്കാൻ വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ കാര്യങ്ങളും നമുക്ക് നൽകുന്നത് നന്മയായിട്ടാണ് എന്ന് വിശ്വാസി മനസ്സിലാക്കുന്നു. കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാം, SSLC പരീക്ഷയുടെ അതുപോലെ +2 പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഓരോ രക്ഷിതാവും നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല കലാലയത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ ചേർക്കണം, അതിന് സീറ്റ് കിട്ടണം, അതിനുള്ള പഠന ഉപകരണങ്ങൾ വാങ്ങണം, ഹോസ്റ്റൽ ഫീസ് സംഘടിപ്പിക്കണം. ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് നടുവിലാണ് ഇപ്പോൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ താൽപര്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പയും ഉമ്മയൊന്നുമല്ല പഠിക്കുന്നത്, കുട്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്ന വിഷയത്തോട് കുട്ടിക്കുണ്ടാവേണ്ടത് താൽപര്യമാണ്, ഇൻട്രസ്റ്റ് എന്ന് പറയും. കുട്ടിയുടെ താൽപര്യ മേഖല നമ്മൾ കണ്ടെത്തണം. ഏത് മേഖലയിലാണ് കുട്ടിയുള്ളത്? നമ്മൾ വിചാരിക്കുന്ന മേഖലയിലാവണം എന്നില്ല. ഇപ്പം മെഡിസിന് പഠിക്കുന്ന ആളുകളുണ്ട്, അതിന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ്, ഇതൊക്കെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എന്നാൽ ജോലി സാധ്യതയുള്ള, തൊഴിൽ സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകൾ, നല്ല ശമ്പളം പറ്റാവുന്ന, നല്ല ശമ്പളം ലഭിക്കുന്ന ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ. എന്നാൽ പരമ്പരാഗതമായ ചില കോഴ്സുകൾക്ക് മാത്രമേ നാം നമ്മുടെ മക്കളെ വിടാറുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു മുശാവറയാണ്. എല്ലാ കാര്യത്തിലും എല്ലാ രക്ഷിതാക്കൾക്കും വിവരം ഉണ്ടാവില്ല. അതുകൊണ്ട് വിവരമുള്ള, പാണ്ഡിത്യമുള്ള വ്യക്തിത്വങ്ങളുമായി സംസാരിച്ച് എന്റെ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് എവിടെയാണുള്ളത്, ആ കോഴ്സിന്റെ സാധ്യത എന്താണ്, അത് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുമോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും, സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും, ജനസമ്മതിയുള്ള കോഴ്സാണോ, അത് പഠിക്കാൻ വേണ്ടി ഞാൻ എന്റെ കുട്ടിയെ പറഞ്ഞേക്കുന്ന സ്ഥാപനത്തിൽ മതപരമായ നിഷ്ഠയുള്ള ജീവിതം നയിക്കാൻ എന്റെ കുട്ടിക്ക് സാധിക്കും. ഇതാരും ചിന്തിക്കില്ല. കുട്ടിനെ അങ്ങോട്ട് പറഞ്ഞേക്കും, നല്ല കലാലയത്തിലേക്കാണ് പറഞ്ഞേക്കുന്നത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന, ദീനി നിഷ്ഠയുള്ള, മതനിഷ്ഠയോടുകൂടി ജീവിച്ച കുട്ടിയെ ഉന്നത കലാലയത്തിലേക്ക് എന്നുള്ള പേരിൽ പറഞ്ഞേക്കാണ്. എന്നാൽ ആ കലാലയത്തിലുള്ള ക്യാമ്പസ് ലൈഫ്, ജീവിതത്തിൽ പഠിച്ച മതമൂല്യങ്ങൾ നിഷ്കാസനം ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യമാണോ സൃഷ്ടിക്കുന്നത്?
കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. 95 കുട്ടികൾ അല്ലെങ്കിൽ 98 കുട്ടികൾ മോശപ്പെട്ട രൂപത്തിൽ സഹവസിക്കുന്ന, മോശപ്പെട്ട സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് കുട്ടി എത്തിപ്പെട്ടാൽ നമ്മുടെ കുട്ടി അതിലേക്ക് ചെന്ന് രാജിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള ഒരു തർബീയത്ത്, സംസ്കാരം, പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസം, ഇതൊക്കെ ഇന്ന് പ്രധാനമാണ്. അല്ലെങ്കിൽ കൂടക്കൂടികളാകും. അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് കൂടക്കൂടികളായി മുസ്ലിങ്ങൾ മാറുന്നു. അപ്പോൾ ഒരു പുഴയിൽ അല്ലെങ്കിൽ ഒരു കായലിൽ ഒഴുകുന്ന ചണ്ടികളെപ്പോലെ മുസ്ലിങ്ങളാകുന്ന പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സഹാബികൾ ചോദിക്കുന്നുണ്ട്, അന്ന് വിശ്വാസികൾ കുറഞ്ഞതുകൊണ്ടാണോ, മുസ്ലിങ്ങളില്ലാത്തതുകൊണ്ടാണോ മറ്റുള്ള സമുദായത്തിലുള്ള ആളുകൾ ഞങ്ങൾ ആക്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ എണ്ണം കുറവല്ല, പക്ഷേ അഖീദ മുറുകെ പിടിക്കുന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകും. അങ്ങനെയുള്ള ഘട്ടത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചുള്ള ആ ഒരു വഖാറത്ത്, ഗൗരവം മറ്റു മതസ്ഥരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഉന്മൂലനം ചെയ്യും. തീർച്ചയായും നാം സംശയിക്കേണ്ട ആ കാലഘട്ടത്തിൽ കൂടിയല്ലേ നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് മതമൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിൽ ഇമാമ നിൽക്കാൻ വേണ്ടി ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മുടെ മക്കളെ ദീൻ പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ പറഞ്ഞേക്കാത്തത് കൊണ്ടാണ്. വലിയ അപകടമാണിത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ തന്നെ അത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ജാമിയത്തുൽ ഹിന്ദ്, A+ കിട്ടിയ കുട്ടികളെ തന്നെ അവിടേക്ക് പറഞ്ഞേക്കുന്നു. അപ്പൊ ഏറ്റവും നല്ല പണ്ഡിതന്മാരെ നമുക്ക് ലഭിക്കുന്നു. നല്ല മാർക്കുള്ള കുട്ടികൾ അവിടേക്ക് പറഞ്ഞേക്കുമ്പോൾ നല്ല ബുദ്ധിശക്തിയുള്ള നല്ല പണ്ഡിതന്മാർ വാർത്തെടുക്കപ്പെടുന്നു. അതിന് നമ്മൾ പറഞ്ഞേക്കണം. അതുകൊണ്ടൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ചില ആളുകൾ കണക്കുകൂട്ടുന്നത് ഭൗതികമായ ജീവിതത്തിലുള്ള നേട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായി മാറും. എന്നാൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് മതവിജ്ഞാനം നുകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മിലൊക്കെ അബദ്ധങ്ങൾ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏറ്റവും നല്ല മഴ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികൾ, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നു. ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ അവസ്ഥയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവോട് നാം കൂടുതൽ കടപ്പെട്ടവരും ശുക്ർ കാണിക്കുന്നവരുമായി മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما والحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين.